ആദരണീയനായ സച്ചിമാഷ, വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ടവർ, എഴുത്തുകാർ, വളരെ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതല്ല. സച്ചിമാഷ് ആദരിക്കുന്ന ക്രൈസ്റ്റ് കോളേജിൽ നടക്കുന്ന ഈ ചടങ്ങ് മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. വളരെ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു. മോഹൻേട്ടൻ്റെയും സാറ ടീച്ചറും സുനിലിൻ്റെയൊക്കെ പ്രഭാഷണങ്ങളിൽ സച്ചിമാഷയുടെ കവിതയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ ആധികാരികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നൊരു നീണ്ട പ്രഭാഷണത്തിനൊന്നുള്ള സമയമല്ല. ഞാൻ അങ്ങനെയുള്ളൊരു പ്രഭാഷണം നടത്താൻ പറ്റിയ ആളുകൾ. ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1977 ആലുവ UC കോളേജിൽ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മാഷെ കാണുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ക്യാമ്പസുകൾ വളരെ സജീവമായി മാറിയൊരവസരത്തിൽ നടക്കുന്ന കവിയരങ്ങിൽ സച്ചിമാഷ് കവിത അവതരിപ്പിക്കുന്ന ആ കാഴ്ച എന്നും എനിക്ക് മനസ്സിലോർക്കാൻ കഴിയും. ഒരു 2ാം വർഷ പ്രീ ഡിഗ്രിക്കാരനായിട്ട് നിശബ്ദമായ ചടങ്ങിൽ ഒരു വശത്തിരുന്ന് മാഷ് കവിത ചൊല്ലുന്ന കേട്ടതാണ് ആദ്യത്തെ സച്ചിമാഷെ കണ്ട ഓർമ്മ. അന്ന് മുതൽ ഇന്ന് വരെ മാഷ് എഴുതുന്ന കവിതയായാലും ലേഖനമായാലും ഇടയ്ക്കൊക്കെ മാഷ് കഥ എഴുതാറുണ്ട്, കഥകളായാലും എല്ലാം കഴിയുന്നത്ര പിന്തുടർന്ന് വായിക്കുക എന്നത് മാത്രമാണ്. ഞാൻ വായിക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ ഭാഷയോട്, കലയോട്, മനുഷ്യത്വത്തോട്, രാഷ്ട്രീയത്തോട്, സമൂഹത്തോടൊക്കെ കൂടുതൽ അടുക്കും, കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അന്നത്തെ ആ കവിത കേട്ടതിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ, ഞാനന്ന് ആലുവയിൽ ആലങ്ങാട്ടിൽ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഒരു കൊച്ചു വായനശാലയാണ്. ആ വായനശാലയിൽ ചെന്ന് സച്ചിമാഷയുടെ പുസ്തകം ഏതാണ് കിട്ടുക എന്നാണ് അന്വേഷിച്ചത്. എനിക്ക് കിട്ടിയത് 5 സൂര്യന്മാർ. 5 സൂര്യന്മാരെന്നുള്ള മാഷയുടെ ആദ്യകാലത്തെ പുസ്തകം എടുത്ത് വായിച്ചിരുന്ന ആ കാലം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായി മാഷയുടെ എഴുത്തിനെയും വായനയുടെയൊക്കെ കൂടെ നടന്നൊരു സമയം. ഇതൊക്കെ ഒരു ഗുരുസ്ഥാനികനായി ഏറെ ആദരിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനായി, ഒരിക്കലും നേരിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായി ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. പല കവിതകളും അതൊന്നും ആവർത്തിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എന്നല്ല, ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത പോലെയല്ല, മായാതെ കണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം. ഞാനൊന്നും എഴുത്തുമായിട്ടൊന്നും വലിയ ബന്ധമുള്ള ആളല്ല. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും എഴുതുന്നൊരു വഴിയിലേക്കൊക്കെ വരുന്നത്. പക്ഷേ പിന്നീട് ഞാനെൻ്റെ ഒരു നോവൽ എഴുതാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്ത് 90കളിൽ മാഷ് എഴുതിയൊരു കവിത, ആ കവിതയുടെ ഒരു പശ്ചാത്തലം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. വലിയൊരു കടപ്പാട്. ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലിൽ ആണ്ടാൾ ദേവനായകി എന്ന കഥാപാത്രം വാസ്തവത്തിൽ എനിക്ക് കിട്ടുന്നത് മാഷയുടെ ആണ്ടാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള കവിതയിൽ. തമിഴ് സാഹിത്യത്തിലെ തമിഴ് മിത്തുകളിൽ ആണ്ടാളിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളല്ല മാഷയുടെ കവിതയിൽ. നിങ്ങൾ വായിച്ചിട്ടുള്ള കവിതയാണ്. വളരെ മനോഹരമായ അതിലെ ബിംബങ്ങളുടെ സമൃദ്ധി കൊണ്ടും അതിൻ്റെ താളാത്മകത കൊണ്ടും ആണ്ടാൾ എന്തായിരുന്നു, തിരുപ്പാവയിലും നാച്ചിയാർ തിരുമൊഴിയുമൊക്കെ എഴുതിയ ആണ്ടാൾ എന്തായിരുന്നുവെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതാണ് മാഷയുടെ കവിതയിലുണ്ടായിരുന്നത്. ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ എൻ്റെ ആണ്ടാൾ ദേവനായകി എന്നൊരു കഥാപാത്രത്തിനെ മനസ്സിൽ കാണുന്ന സമയത്ത് ഈ കവിതയിലൂടെ ഞാൻ കണ്ട ആണ്ടാൾ 12ാമത്തെ വയസ്സിൽ ശ്രീരംഗനാഥനിൽ ലയിച്ചു എന്നാണ് തമിഴിലെ ആണ്ടാളിനെ സംബന്ധിച്ച മിത്ത്. പക്ഷെ മാഷയുടെ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
12ാമത്തെ വയസ്സിൽ രംഗനാഥനിൽ ലയിച്ച ആണ്ടാളിനെ പറ്റിയിട്ടല്ല കവിത. തിരുപ്പാവയും നാച്ചിയാർ തിരുമൊഴിയും എഴുതിയ ആണ്ടാളിനെ പറ്റിയിട്ടാണ്. തിരുപ്പാവയും പ്രത്യേകിച്ച് നാച്ചിയാർ തിരുമൊഴിയൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഒരു 12ാം വയസ്സിൽ ലയിച്ചു ചേരുന്ന ആണ്ടാൾ എഴുതാവുന്ന കവിതകളൊന്നുമല്ല അതൊന്നും. ആ ഒരു കടപ്പാട് എല്ലാ കാലത്തും ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാതെ ഞാൻ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കവിത വായിച്ചിരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ എഴുതാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സച്ചിമാഷക്ക് എല്ലാവിധ ആദരവും അർപ്പിക്കുന്നു. കൂടുതൽ സജീവമായി, കൂടുതൽ ശക്തമായി എഴുത്തിലൂടെ, കവിതകളിലൂടെ, സാമൂഹികമായ ഇടപെടലുകളിലൂടെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. മലയാള ഭാഷയെ, മലയാളത്തിലുള്ള എഴുത്തിനെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞ മാഷിലൂടെയാണ്. മാഷയുടെ എഴുത്തും പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മെ എപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്നുണ്ട്. മാഷക്ക് എല്ലാവിധ ആശംസകളും ആദരങ്ങളും നമസ്കാരവും. നമസ്കാരം. പ്രഗത്ഭ കവി, ഉപന്യാസകാരൻ, പത്രപ്രവർത്തകൻ, വിവർത്തകൻ, ഇംഗ്ലീഷ് അധ്യാപകൻ, കാവ്യഗാംഭീര്യത്തിനും ഉൾക്കാഴ്ചയുള്ള നിരൂപണ ചാതുര്യത്തിനും ഭാഷയോടുള്ള വൈദഗ്ധ്യത്തിനും മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ആദരണീയ കവി പ്രൊഫസർ KV രാമകൃഷ്ണൻ മാഷിനെ ഏറെ സ്നേഹാദരങ്ങളോടെ പ്രഭാഷണത്തിലേക്ക് ക്ഷണിക്കും. കൂട്ടുകാരെ, ഒരു കൈക്കുമ്പിളിൽ നിറച്ച ക്ഷമാപണത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ പറ്റുകയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത്. പക്ഷേ ഞാൻ അപ്പോൾ ഓർത്തത് എൻ്റെ ഒരു കോൾഡ് ഒരു പക്ഷേ കൃത്യം ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ 2, 4, 5 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള എൻ്റെ സുഹൃത്ത് രാഹുലിനോട് ഞാൻ എന്താ പറയുക, എനിക്ക് കോൾഡായിരുന്നു. ഞാൻ എത്ര നിസ്സാരനാവും അപ്പോൾ വന്നില്ലെങ്കിൽ. ശരി, ഞാൻ കാലത്ത് എണീറ്റപ്പോൾ ഞാൻ തീരുമാനിച്ചു പോയേ തീരുമാനം. ഇവിടെ കഴിഞ്ഞ 2-3 മാസമായിട്ട് രാവണിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 2-3 മാസമായിട്ട് സച്ചിദാനന്ദൻ്റെ കവിതകളുടെ ആലാപനവും പഠനവും വ്യാഖ്യാനവും അവയെക്കുറിച്ചുള്ള പ്രതികരണങ്ങളും സംവാദങ്ങളും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നത് പിന്തുടർന്ന് പോന്നിട്ടുള്ള ഒരു മനസ്സാണ് എൻ്റേത്. അതിൻ്റെ ഏതാണ്ടൊരു സമാപനത്തിൻ്റെ രംഗത്തിലേക്ക് എത്തുമ്പോൾ അത് ഒപ്പം നിന്നില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റാവുമല്ലോ എന്ന് തോന്നുകയും ചെയ്തു. ഞാൻ ഓർക്കുകയാണ്, ക്രൈസ്റ്റ് കോളേജിൽ ഈ കലാലയത്തിൽ
ഞാൻ ആദ്യമായി വന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് സച്ചിദാനന്ദൻ്റെ ഒരു കത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ കൈപ്പട പരിചയമുള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഒരു സച്ചിദാനന്ദൻ ഒരു കാർഡിൽ കത്തെഴുതുമ്പോൾ തപാൽ വകുപ്പിന് നഷ്ടമാകുന്നത് ഒരു ഇൻലൻഡാണ്. സച്ചിദാനന്ദൻ ഒരു ഇൻലൻഡിൽ കത്തെഴുതുമ്പോൾ തപാൽ വകുപ്പിന് നഷ്ടമാകുന്നത് 5 ഇൻലൻഡാണ്. അത്ര ചെറിയ അക്ഷരങ്ങളിലാണ് സച്ചിദാനന്ദൻ കത്തെഴുതുന്നത്. കത്തല്ല, അദ്ദേഹത്തിൻ്റെ കൈപ്പട അതാണ്. ഇങ്ങനെ കൈപ്പടയല്ല, എനിക്ക് വലിയ വേറെ 1-2 കാര്യം ഓർമ്മ വരുന്നു. ചുമറഴിക്കോടിൻ്റെ കൈപ്പടയുണ്ട്, ഏതാണ്ട് ഇതേപോലെ തന്നെ കുഞ്ഞു അക്ഷരങ്ങളിലാണ്. TN ജയചന്ദ്രനുണ്ട്. ജയചന്ദ്രൻ്റെ കത്ത് അത് വളരെ ചെറിയ അക്ഷരങ്ങളാണ്. പക്ഷേ ഇതിൽ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? സച്ചിദാനന്ദൻ്റെയും ജയചന്ദ്രൻ്റെയൊക്കെ കത്തുകളോ അല്ലെങ്കിൽ അദ്ദേഹം കൈപ്പട സാമാന്യ ഭാഷാ പരിചയവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വായിക്കാൻ ഒരു വിഷമമില്ല, അത്രയും ക്ലിയറാണ്. അഴീക്കോടിൻ്റെ അക്ഷരപീഡനം വായിക്കാൻ അതിന് മാത്രമുള്ള ശിക്ഷ ലഭിച്ചവർക്കേ പറ്റും. ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ കിട്ടിയിട്ട് അത് വായിച്ചെടുക്കാൻ. ഞാൻ സൂചിപ്പിച്ചത് സച്ചിദാനന്ദൻ്റെ കത്തിനെ ഓർത്തപ്പോൾ ഇതൊക്കെ ഓർത്തൊന്നു മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു കത്തിൻ്റെ പറയുകയാണ്. ആ കത്ത് ഒരു പക്ഷേയല്ല, ആ കത്ത് എൻ്റെ പഴയ കത്തുകളുടെ ശേഖരത്തിൽ ഇപ്പോഴുണ്ട്. ആ കത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിവിടെ ഈ കലാലയത്തിൽ ആദ്യമായിട്ട് വരുന്നത്. എത്ര ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് എന്ന് സച്ചിദാനന്ദൻ ഇവിടെ നിന്ന് പോയിട്ട് എത്ര ദശാബ്ദമായെന്ന് കൂട്ടിയാൽ മതി. കൃത്യമായ കൊല്ലം ഞാൻ കത്ത് അടുത്ത കാലത്തൊന്നും നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഓർമ്മയില്ല. കൃത്യമില്ല, അത് ഒരു വിഷമമില്ല കണ്ടുപിടിക്കാം. സൂചിപ്പിച്ചത് ഇപ്പോൾ ഇന്ന് ഇവിടെ സച്ചിദാനന്ദൻ്റെ പേരിലുള്ള ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുക്കാൻ രണ്ടാമത് ഇവിടെ എത്തിച്ചേരാനിടയായി എന്ന് സത്യത്തിൻ്റെ പിറകിൽ ഒരു കാവ്യനീതി ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുകയിൽ മലയാള ദീർഘമായി സംസാരിക്കുകയില്ല. മലയാള കവിതയെക്കുറിച്ചൊക്കെ സച്ചിദാനന്ദൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് മറ്റു മേഖലകളിലെല്ലാം അതിനെക്കുറിച്ചൊക്കെ ധാരാളം ഇവിടെ വളരെ ആധികാരികമായി സമഗ്രമായി അവിടെ അവതരിപ്പിച്ചു. അതൊന്നും അവസാന വാക്കുകളല്ല. ഇനി ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് ഒക്കെ പറയാനുണ്ട്. അവിടേക്കൊന്നും ഞാൻ നോക്കുന്നു പോലുമില്ല. ഒട്ടും പറ്റാത്ത കാലാവസ്ഥയോ ഉണ്ട്. മലയാള കവിതയെ അതിൻ്റെ ഇന്നലെയിൽ നിന്ന്
ഇന്നിലേക്ക് കൊണ്ടുവന്ന മുൻനിര പടയാളികളിൽ ഏറ്റവും മുമ്പിൽ കൊടി പിടിച്ച് ഉയർത്തി നടന്ന് എത്തിയിട്ടുള്ള ശ്രേഷ്ഠ കവിയാണ് ശ്രീ സച്ചിദാനന്ദൻ. ഇതിനെ നാളെയിലേക്ക് നടന്ന് പോകുന്ന സമയത്ത് മലയാള കവിതയും മലയാളിയുടെ ഭാവുകത്വവും നാളെയിലേക്ക് നടന്ന് പോകുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ കൊടി ഉയർത്തിപ്പിടിച്ച് എൻ്റെ സുഹൃത്ത് സച്ചിദാനന്ദൻ ഉണ്ടാവണം. അതിന് സമൂഹം മുഴുവൻ, ഭാഷ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ ഉണ്ട് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി മാഷേ. എഴുത്തിനെ രാഷ്ട്രീയ വായനയാക്കുന്ന, പ്രതിബദ്ധതയുടെ രസതന്ത്രം കൈമുതലായിട്ടുള്ള, ശുദ്ധീകരണവും ആവിഷ്കരണവും ആക്ടിവിസവുമായി രൂപാന്തരപ്പെടുന്ന ആഖ്യാന ചാരുതയുള്ള പ്രശസ്ത ചെറുകഥാകൃത്ത് ശ്രീ അശോകൻ ചെരുവിൽ. പ്രിയപ്പെട്ട അശോകൻ മാഷിനെ ഏറെ സ്നേഹാദരങ്ങളോടെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അധികം സംസാരിക്കുന്നില്ല, നമുക്ക് സമയത്തിൻ്റെ പരിമിതിയും ഉണ്ട്. ഇന്നലത്തെ പരിപാടികൾ സംബന്ധിച്ച് 10 മിനിറ്റോളം ഞാൻ സംസാരിക്കുകയുണ്ടായി. അവിടെ സൂചിപ്പിച്ച പോലെ ഒരു ഇരിഞ്ഞാലക്കുടക്കാരൻ എന്നുള്ള നിലയിൽ വലിയ അഭിമാനത്തോടുകൂടിയാണ് ഈ ദിവസങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഞങ്ങളൊക്കെ രൂപപ്പെട്ടു വന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രകാശഗോപുരം, സൂര്യൻ എന്ന് തന്നെ പറയാവുന്ന ഒരു രൂപത്തിൽ സച്ചിദാനന്ദ മാഷ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്നത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അതിഥിയായി വന്ന സന്ദർഭത്തിലാണ്. ഇവിടെ അടുത്ത് കാർളം ഹൈസ്കൂൾ. സാധാരണ സ്കൂളുകളിലേക്കൊക്കെ അതിഥികൾ വാർഷികങ്ങളുടെ അധ്യക്ഷനായിട്ട് വരുന്ന ആളുകൾ സംസാരിക്കുന്നതിൽ നിന്നൊക്കെ വളരെ തീർത്തും വ്യത്യസ്തമായ, ഏതാണ്ട് 1970-ലായിരിക്കണം, ഞാൻ 8-ലോ മറ്റോ പഠിക്കുന്ന കാലം, 70-ലായിരിക്കണം. വളരെ വ്യത്യസ്തമായൊരു പ്രഭാഷണം. മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ആ പ്രഭാഷണം നടത്തി പോയതിനു ശേഷം, അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്, വളരെ എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന ഒരു അന്തരീക്ഷം സ്കൂളുകളിൽ പോലും ഉണ്ടായിരുന്നു. പിന്നീട് കുറേ ദിവസങ്ങളോളം ആ പ്രഭാഷണത്തിൻ്റെ അലയൊലികൾ ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്നു. അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ പ്രഭാഷണത്തെ തുടർന്നാണ്, ആ പ്രഭാഷണത്തെ പരാമർശിച്ചിട്ടാണ് അവരുടെ ക്ലാസ്സുകൾ പലതും ആരംഭിച്ചിരുന്നത്. ആ സ്കൂളിൻ്റെയും കൂടി ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം അത് ആ കാലഘട്ടത്തിലെ യുവ രാഷ്ട്രീയ പ്രവർത്തകർ, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെ ചില യുവാക്കൾ, എൻ്റെ അച്ഛനും അവിടെ അധ്യാപകനായിരുന്നു, അവരെല്ലാവരും കൂടി ചേർന്ന് അന്ന് രൂപീകരിച്ച ഒരു സ്കൂളാണ്. ഇന്നത് വേറെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ അന്നത്തെ ആ സവിശേഷ സാഹചര്യത്തിൽ ആ ചർച്ചകളിലൂടെയാണ് മാഷയുടെ ആശയപ്രപഞ്ചത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായത്. ഇരിഞ്ഞാലക്കുടയിൽ ഇരിഞ്ഞാലക്കുടയിലെ പരിസരത്തിന് ചുറ്റിപ്പറ്റി വളർന്നിട്ടാണ് എൻ്റെയും സാംസ്കാരിക എഴുത്ത് വായന ജീവിതമൊക്കെ തന്നെ പുഷ്ടിപ്പെട്ട് വന്നത്. സച്ചിദാനന്ദ മാഷ് നിരന്തരമായി കാണാറുണ്ട്. എങ്കിൽ പോലും അധികമൊന്നും അങ്ങനെ ആ കാലഘട്ടത്തിൽ ബന്ധപ്പെടാനോ കൂടിക്കഴിയാനോ കൂടുതൽ സംസാരിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ തുനിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ
ആ ഔന്നിത്യത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു മടിയുണ്ടായിരുന്നു. പ്രഭാഷണത്തിലായാലും എഴുത്തിലായാലും അദ്ദേഹം ഇങ്ങനെ അടക്കി പിടിച്ച് ആശയങ്ങൾ സംഗ്രഹിച്ച് പറയുന്ന ആ ഒരു ശൈലി എനിക്ക് അങ്ങനെ അടുത്തു പോകാനുള്ളൊരു ഭയം ഉണ്ടാക്കി. എന്നെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ ചെന്ന് കാണും. ആരെങ്കിലും തുണ കൂട്ടിയിട്ടാണ് പോവുക. പ്രധാനമായിട്ടും എൻ്റെ സഹയാത്രികനായിരുന്ന എൻ്റെ തൊട്ടും മുതിർന്ന കഥാകൃത്തായിരുന്ന എൻ്റെ നാട്ടുകാരനായിരുന്ന ടി വി കൊച്ചുബാവ, ഞങ്ങളൊന്നിച്ച് ഇടയ്ക്ക് പോകും. അല്ലെങ്കിൽ സമപ്രായക്കാരായിട്ടുള്ള എഴുത്തുകാർ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവർ അഭിമാനത്തോടു കൂടി അദ്ദേഹം ഇവിടെ പല വാടക വീടുകളിലൊക്കെ താമസിക്കുന്ന കാലമാണ്. അവിടെയൊക്കെ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിച്ച് പോരും. പക്ഷേ സംസാരിച്ചില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതം ക്രമപ്പെടുത്തുന്ന കാര്യത്തിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിനായിട്ടുള്ള ഇത് വളരെ മികവാർന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടില്ല. ഞാൻ നാട്ടിക കോളേജിലാണ് പഠിച്ചത്. എങ്കിൽ പോലും ഇവിടെയുള്ള ഈ എത്രയോ വേദികളിൽ കവിത ചൊല്ലുന്നതായിട്ടും അല്ലെങ്കിൽ പ്രഭാഷണമായിട്ടും, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട അന്ന് ഒരു കേരളത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കൾച്ചറൽ ഒരു ദിശ നൽകുന്ന ഒരു മേഖലയാക്കി മാറി. പലപ്പോഴും ഞാനിവിടുത്തെ വഴികളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കവികളെയും അത് വളരെ വ്യത്യസ്തമായിട്ട് എഴുതുന്ന ആ കാലഘട്ടത്തിൽ നേരത്തെ ബിന്ദു സൂചിപ്പിച്ചതുപോലെ ആധുനികതയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന, ആധുനിക ജനാധിപത്യത്തിൻ്റെ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എഴുത്തുകാരെയും കവികളെയൊക്കെ തന്നെ ഈ വഴികളിൽ കണ്ടുമുട്ടാറുണ്ട്. കോളേജിലും ചില പരിപാടികളൊക്കെ ആ കാലഘട്ടത്തിൽ നടക്കാറുണ്ട്. അന്നത്തെ സച്ചിദാനന്ദമായിട്ട് ശിഷ്യന്മാർ പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കുന്നു. പല കവിതകളും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്കെച്ചുകൾ എന്ന പേരിൽ അദ്ദേഹം പിന്നീട് എഴുതിക്കൊണ്ടിരുന്ന കവിതകളിലെ തേക്കിൻകാട്ടിലെ തെരുവ് ചിത്രകാരൻ, ധാൻബാദിലെ ഗണിത്തൊഴിലാളി തുടങ്ങിയിട്ടുള്ള മനോഹരമായ കവിതകൾ അദ്ദേഹം വായിക്കുന്നത് കേൾക്കാനുള്ള അവസരം. അപ്പോൾ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ആ കൂട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇന്നിരിക്കുന്ന ബിന്ദു അടക്കം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ്, ഒരു സാംസ്കാരികം, അദ്ദേഹത്തിൽ നിന്ന് പ്രകാശം ലഭിച്ച് വളർന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് ജീവിച്ചു വന്നത് അല്ലെങ്കിൽ വളർന്നു വന്നത് എന്നുള്ളത് അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഇരിഞ്ഞാലക്കുടയിൽ പ്രത്യേകിച്ച് ഈ ക്രൈസ്റ്റ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ വളരെ സവിശേഷമായ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ തന്നെ പഠനങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത്. വെറുതെ ഒരു ആലങ്കാരികമായിട്ട് കുറേ അനുമോദനങ്ങളും പ്രശംസകളും ആദരാർപ്പണങ്ങളും മാത്രമല്ല, പഠനങ്ങളാണ് പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള കവികളും എഴുത്തുകാരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നീടൊരു സൗഭാഗ്യം കിട്ടിയത് അദ്ദേഹവുമായി ഒന്നിച്ച് സഹപ്രവർത്തകനായിട്ട് സാഹിത്യ അക്കാദമിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ വലിയ പാഠമാണ്, ഒരു അനുഭവമാണ്. കുറച്ച് പ്രായമായതിനു ശേഷമാണ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതെന്ന് പറയാം. പക്ഷേ അത് എന്നിൽ വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ ദിവസങ്ങൾ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇങ്ങനെയൊരു സാധ്യത ഇരിഞ്ഞാലക്കുടയ്ക്ക് ഉണ്ടാക്കി തന്നതിൽ കാവിശികയോടും രാവണ്യോടും അതിൽ ആത്മാർപ്പണം സമർപ്പിച്ചുകൊണ്ട് ഞാൻ കവിശിക ഇങ്ങനെ നോക്കാറുണ്ട്, അതിൽ ഇടപെടാറില്ല. കവികളുടെ ലോകത്ത് അങ്ങനെ ഇടപെട്ട് എഴുതാറില്ല. എങ്കിൽ പോലും അവരുടെ ആ ഒരു താല്പര്യം വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു കാവിശികയിൽ അണിനിരന്നിട്ടുള്ള നമ്മളുടെ കവികൾ പ്രകടിപ്പിക്കുന്ന ഒരു ജനാധിപത്യ ജാഗ്രത, കവികളെ പഠിക്കാനും ഒക്കെ തന്നെ അവർ കാണിക്കുന്ന വലിയ താല്പര്യം, അത് ഈ കാലഘട്ടത്തിൽ വലിയൊരു ആശ്വാസമാണ്. അവർ അതിനുവേണ്ടി സ്വാഭാവികം ഇരിഞ്ഞാലക്കുടയെ തിരഞ്ഞെടുത്തതിലും ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു മഹാസംഭവമായി ഇത് മാറുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ സമയത്ത് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും. നന്ദി മാഷേ. അടുത്തതായി ഗുരുവന്ദനത്തിനായി റവറൻ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അവരെ സ്നേഹതരങ്ങളോടെ ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ കവിതാലോകത്തിൻ്റെ
അഭിമാനമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ മാഷെ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേഡം, കേരളത്തിൻ്റെ സാഹിത്യ ലോകം തന്നെ ഇന്നിവിടെ ഈ വേദിയിലുണ്ട്, ഈ കൂട്ടായ്മയിലുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ ദിവസം ക്രൈസ്റ്റ് കലാലയം അനുഗ്രഹീതമായി തീരുകയാണ് എന്ന് തോന്നുകയാണ്. കേരളത്തിൻ്റെ കവി, കേരളത്തിൻ്റെ കവിത, കേരളത്തിൻ്റെ സംസ്കാരം അത് നമ്മുടെ നാട്ടിലും എന്തിനെ നമ്മുടെ ഭാരതത്തിലും ലോകം മുഴുവൻ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ സച്ചിദാനന്ദൻ സാറെ ഈ നാട്, ഈ മണ്ണ്, ഇരിങ്ങാലക്കുട ആദരിക്കുന്ന ഒരു പുണ്യദിനം. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സച്ചിദാനന്ദൻ സാറെക്കുറിച്ച് പറയുന്നതിൽ. 36-ലധികം അവാർഡുകൾ കരസ്ഥമാക്കി 100-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള, ബഹുസ്വരതയെ സ്നേഹിക്കുന്ന, സ്നേഹം ഹൃദയത്തിൽ ചാലിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി തൂലിക ചലിപ്പിച്ച, ജീവിതം സമർപ്പിച്ച സച്ചിദാനന്ദൻ സാറെ ഈ വേദിയിൽ, സാറിവിടെ പഠിപ്പിക്കുമ്പോൾ തന്നെയുള്ള, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുള്ള ഈ വേദിയിൽ ആദരിക്കുവാനായിട്ട് ഇടവന്നതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നമുക്ക് ഒന്ന് കൈയടിച്ചുകൊണ്ട്, ഉച്ചനേരാണെങ്കിൽ ഒന്ന് കൈയടിച്ചുകൊണ്ട് ഈ ദിവസം ധന്യമാക്കാം. ഗബ്രിയേൽ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛനിരിക്കുന്ന കസാരയിലാണ് ഇന്ന് എനിക്കിരിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. ഗബ്രിയേൽ അച്ഛനിൽ നിന്ന് ഞങ്ങളുടെ അച്ഛന്മാർക്ക് വഴി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് ജാമ്യമെടുക്കാനായിട്ട് ഞങ്ങൾ CMI അച്ഛന്മാർ, ചാവറയച്ഛന് CMI അച്ഛന്മാരെ സച്ചിദാനന്ദൻ സാർക്ക് വേണ്ടി പോയിട്ടുണ്ടോ എന്ന്. അതാണ് സച്ചിദാനന്ദൻ സാറും ക്രൈസ്റ്റ് കലാലയവുമായിട്ടുള്ള ബന്ധം. സ്നേഹമുള്ളവരെ, ആ ചാവറ പിതാവിൻ്റെ ശൈലി പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ക്രൈസ്റ്റ് കലാലയത്തിന് സാധിക്കുന്നു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. പ്രിയമുള്ള സച്ചിദാനന്ദൻ സാറേ, ഇന്നൊരു പക്ഷേ കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയം, 5229 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയമാണ് ഈ ക്രൈസ്റ്റ് കലാലയം. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ കാലഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് 4 ഇയർ UG പ്രോഗ്രാമുകൾ തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം മൈനർ പ്രോഗ്രാമുകൾ, 69 മൈനർ പ്രോഗ്രാമുകൾ വിദ്യാർത്ഥി സമൂഹത്തിനായിട്ട് കൊടുക്കാനായിട്ട് ഈ ക്രൈസ്റ്റ് കലാലയത്തിന് ഇടവന്നതിലുള്ള അഭിമാനമുണ്ട്. പക്ഷെ ഞങ്ങളുടെ അഭിമാനം അതുമാത്രമല്ല. കഴിഞ്ഞുപോയ ഡിസോണിൽ കലോത്സവം നേടാൻ സാധിച്ചു എന്നുള്ളതിന് അഭിമാനം മാത്രമല്ല, സ്പോർട്സ് മേഖലയിലെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ചൊവ്വാഴ്ച വാങ്ങാനായിട്ട് ഞങ്ങൾ വീണ്ടും പോകുന്നതിലുള്ള അഭിമാനം മാത്രമല്ല, ഞങ്ങളുടെ അഭിമാനം, ഞാൻ പറയും, ഇവിടെ ക്രൈസ്റ്റ് കലാലയത്തിലേക്ക് കയറി വരുന്ന ഒരു കുട്ടിയും, ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസ് ഒത്തിരിയേറെയുണ്ട്, പക്ഷെ ഒരു കുട്ടിയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അവൻ്റെയോ അവളുടെയോ പഠനം നിർത്താനായിട്ട് ഇടവരരുത് എന്നുള്ള ബോധ്യമുള്ള ഒരു മാനേജ്മെന്റ്, തെക്കനച്ഛൻ്റെയും ഇവിടെയുള്ള ജോയ് പിണിക്കപ്പറമ്പലച്ഛൻ്റെയും ചിന്തയിൽ വന്ന വിദ്യാധനം എന്നുള്ളൊരു പദ്ധതിയിലാണ് ഞങ്ങൾക്കത് നടപ്പിലാക്കാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്കറിയുമോ, 4 ജില്ലകളിലുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മക്കളെ തവരീഷ്, ഞങ്ങളുടെ സോഷ്യൽ സർവീസ് അസോസിയേഷനാണ് അതിന് നേതൃത്വത്തിലുള്ള സവിഷ്കാര എന്നുള്ള പ്രോഗ്രാമിലേക്ക്, ഈ വേദിയിലേക്ക്, ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്ന് 2 ദിവസമായിട്ട് നടക്കുന്ന മഹോത്സവം, ആ മഹോത്സവത്തിൽ ക്രൈസ്റ്റ് കലാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അതിൽ പങ്കെടുക്കും. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതൊരു ചാരിറ്റി പ്രോഗ്രാം ആണെന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, ദിസ് ഇസ് നോട്ട് എ ചാരിറ്റി പ്രോഗ്രാം, ദിസ് ഇസ് എ ജസ്റ്റിസ് പ്രോഗ്രാം. കാരണം ഞങ്ങളുടെ കലാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയും ഈ മക്കളുടെ കൂടെ നിന്ന് മനുഷ്യത്വം പഠിക്കുകയാണ്, മാനവികത പഠിക്കുകയാണ്. പ്രിയമുള്ള സച്ചിദാനന്ദൻ സാറേ, അഭിമാനമുണ്ട്. സാറ് കൊളുത്തിത്തന്ന ആ ബഹുസ്വരതയുടെയും ആരുമില്ലാത്തവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൻ്റെയും പിന്നിൽ നടക്കാനായിട്ടുള്ള ചിന്തയും ശക്തിയും ഞങ്ങൾക്ക് സാധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും
ഞങ്ങൾക്കുണ്ട്. അഭിമാനമുണ്ട് സച്ചിദാനന്ദൻ സാറേ. ഒരു ചെറിയ കാര്യം കൂടി ഈ കാവ്യലോകത്ത്, ഈ സാഹിത്യ ലോകത്തിൻ്റെ കൂടെ സ്നേഹപൂർവ്വം സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ പുതുതലമുറയ്ക്ക് കൂടി നമുക്കിത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നാം പറയുന്നത് അവർക്കും മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അവരുടെ വൈബ്, നമ്മളുടെ വൈബ്, ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ പലപ്പോഴും യുവതയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമുക്ക് വീണ്ടും മലയാളികളാകേണ്ടേ എന്ന്. ആകണം. നമ്മുടെ സാഹിത്യത്തെ, തനിമയെ, സംസ്കാരത്തെയൊക്കെ തിരികെ പിടിക്കുന്നവരായിട്ട് നമുക്ക് തീരണം. അത് സാധിക്കും. തീർച്ചയായിട്ടും ബിന്ദു മേഡത്തിൻ്റെ സജീവമായ ഇടപെടൽ വഴി നമുക്ക് ആ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അഭിമാനമുണ്ട് ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ. ഞാൻ എല്ലാ നന്മകളും, ക്രൈസ്റ്റിൻ്റെ പേർക്കുള്ള എല്ലാ നന്മകളും, എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥിനി സമൂഹത്തിൻ്റെയും എല്ലാ നന്മകളും ഭാവുകങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സച്ചിദാനന്ദൻ സാർ 22 വർഷം ഇവിടെ പഠിച്ച് വിദ്യാർത്ഥിയായി, 22 വർഷം ഇവിടെ പഠിപ്പിച്ച് വിദ്യാർത്ഥിയായി ഇവിടെ പഠിച്ച സച്ചിദാനന്ദൻ സാർക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ഫാദർ. സ്നേഹമൊഴിക്കായി കവിയും നാടകകൃത്തുമായ ശ്രീ കരുവള്ളൂർ മുരളി സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു.